നമസ്കാരം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കത്തി നിൽക്കുകയാണ്. വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമവും നടപ്പിലാക്കും എന്നാണ് അവകാശപ്പെടുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, മാധ്യമങ്ങളിൽ അധികം ചർച്ചയാവാത്ത മറ്റൊരു വിഷയമുണ്ട്. ഇത് നടപ്പിലായാൽ വരും വർഷങ്ങളിൽ BJPയുടെ തുടർഭരണം എളുപ്പമാകും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പോലും കണക്കാക്കുന്നത്. ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് എന്താണ്, എങ്ങനെ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് നോക്കാം. എന്താണ് ഡീലിമിറ്റേഷൻ അഥവാ മണ്ഡല പുനർനിർണയം? ഓരോ സെൻസസിനും അഥവാ ജനസംഖ്യാ കണക്കെടുപ്പിനും ശേഷം ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ലോക്സഭയിലെയും നിയമസഭയിലെയും മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കപ്പെടും. കൂടാതെ ഏതൊക്കെ മണ്ഡലങ്ങൾ റിസർവേഷൻ മണ്ഡലങ്ങളാക്കണമെന്നും തീരുമാനിക്കും. ഭരണഘടനയിലെ 82, 170 എന്നീ ആർട്ടിക്കിളുകളിലാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഇത് പ്രകാരം 1951, 61, 71 എന്നീ വർഷങ്ങളിലെ സെൻസസിന് ശേഷം ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയുണ്ടായി. 1951 ലോക്സഭയിൽ 494 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 61 ആയപ്പോഴേക്കും അത് 522 ആയി. 1971 സെൻസസിന് ശേഷമാണ് നിലവിലെ 543 എത്തിയത്. 1971 വർധനയ്ക്ക് ശേഷം പിന്നെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ല. അതിന് കാരണം 1976 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് പ്രകാരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നടപടി മരവിപ്പിക്കുകയായിരുന്നു. കേവലം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ ജനസംഖ്യാ വർധനവ് തടയുന്ന സംസ്ഥാനങ്ങൾക്ക് അതൊരു തിരിച്ചടിയാകും എന്നുള്ള കണ്ടെത്തലാണ് ഇതിനു പിന്നിൽ. അങ്ങനെ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന ആശയത്തിന് തൽക്കാലത്തേക്കെങ്കിലും വിരാമമിട്ടു. വർഷം 2000 ആവുമ്പോഴേക്കും പുതിയ പുനർനിർണയം നടത്താം എന്നാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. പിന്നീട് 2000 ആണ്ടായപ്പോഴേക്കും അടുത്ത ഭരണഘടനാ ഭേദഗതി, അതായത് 84ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് 2026 വരെ ഇത് നീട്ടുകയായിരുന്നു. 2026 പുതിയ സെൻസസ് എടുത്തതിന് ശേഷം ഡീലിമിറ്റേഷൻ നടപടികളിലേക്ക് കടക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് പുനർനിർണയത്തിൻ്റെ ഒരു ഏകദേശ ചരിത്രം. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റിലേക്ക് കടക്കാം. 1971 ശേഷം രാജ്യത്തെ ജനസംഖ്യയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം വർധനവ് വളരെ അധികമാണ്. ദേശീയ ശരാശരിയെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഇത് കണക്കാക്കുന്നത്. തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലെല്ലാം താരതമ്യേന ജനസംഖ്യാ വർധനവ് കുറവുമാണ്. 2026 ശേഷം രാജ്യത്ത് 2 രീതിയിൽ മണ്ഡല പുനർനിർണയം നടക്കാം എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിൽ ആദ്യത്തെ സാധ്യത ഇങ്ങനെയാണ്. നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം 543 തന്നെ തുടരും. ജനസംഖ്യയ്ക്ക് അനുസരിച്ച് ചില സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കൂടുകയും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെയായാൽ ഇപ്രകാരമായിരിക്കും പുതിയ സീറ്റ് നില വരിക. UPയിൽ 80 എന്നുള്ളത് 91 സീറ്റാവും, 11 സീറ്റിൻ്റെ വർധനവ്. ബീഹാറിൽ 40, 50 ആവും, 10ൻ്റെ വർധനവ്. രാജസ്ഥാനിലാണെങ്കിൽ 25 എന്നുള്ളത് 31 ആവും, 6ൻ്റെ വർധനവ്. മധ്യപ്രദേശിലാണെങ്കിൽ 29 എന്നുള്ളത് 33 ആവും, 4ൻ്റെ വർധനവ്. അങ്ങനെ ഈ 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കൂടെ 31 സീറ്റ് മൊത്തം വർദ്ധിക്കും. ഇനി മറ്റ് ചില സംസ്ഥാനങ്ങളിലെ കണക്ക് നോക്കാം. തമിഴ്നാട്ടിൽ നിലവിൽ 39 സീറ്റാണ് ഉള്ളത്. അത് 31 സീറ്റായി കുറയും, 8ൻ്റെ കുറവ്. ആന്ധ്രയും തെലങ്കാനയും കൂടെ 42 ഉള്ളിടത്ത് 34ആയി കുറയും, അവിടെയും 8 എണ്ണം കുറഞ്ഞു. കേരളത്തിൽ 20 എന്നുള്ളത് 12ആയി കുറയും, അവിടെയും 8 എണ്ണം കുറഞ്ഞു. കർണാടകയിലെ 28, 26 ആവും, 2ൻ്റെ കുറവ്. പഞ്ചാബ് 13 എന്നുള്ളത് 12 ആവും, 1 എണ്ണം കുറഞ്ഞു. ഹിമാചൽ പ്രദേശ് 4, 3 ആവും. ഉത്തരാഖണ്ഡ് 5 എന്നുള്ളത് 4 ആവും. പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ സീറ്റിൻ്റെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുത്താൻ പോകുന്നില്ല. ഇവിടെ കണക്കുകൾ വ്യക്തമാണ്. 31 സീറ്റുകൾ കൂട്ടുന്ന 4 സംസ്ഥാനങ്ങൾ എന്നുള്ളത് BJPക്ക് നല്ല വേരോട്ടം ഉള്ളവയാണ്. മറിച്ച് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം കൂടി 29 സീറ്റുകൾ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ പ്രകാരമാണ് മണ്ഡല പുനർനിർണയം നടക്കുന്നതെങ്കിൽ അതിപ്രകാരമായിരിക്കും. മൊത്തം സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 848 വർദ്ധിപ്പിക്കും.
അങ്ങനെയെങ്കിൽ യു പിയിൽ 80 എന്നുള്ളത് 143 ആവും, 63 എണ്ണത്തിൻ്റെ വർധനവ്. ബീഹാറിൽ 40 79 ആവും, 39 വർദ്ധിച്ചു. രാജസ്ഥാനിൽ 25 50 ആവും, 25 എണ്ണം വർദ്ധിക്കും. മധ്യപ്രദേശിലാണെങ്കിൽ 29 എന്നുള്ളത് 52 ആവും, 23 എണ്ണം വർദ്ധിക്കും. മൊത്തം 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 150 സീറ്റുകൾ വർദ്ധിക്കും. ഈ രീതിക്കാണെങ്കിൽ തമിഴ്നാട്ടിൽ 39 സീറ്റ് എന്നുള്ളത് 49 ആവും, 10 എണ്ണം വർദ്ധിക്കും. ആന്ധ്രയും തെലങ്കാനയും കൂടെ ചേർന്ന് 42 നിലവിലുള്ളിടത്ത് 54 ആവും, 12 എണ്ണം വർദ്ധിക്കും. കേരളത്തിൽ 20 എന്നുള്ളത് 20 തന്നെ തുടരും. കർണാടകയിൽ 28 41 ആവും, 13 വർധനവ്. പഞ്ചാബിൽ 13 എന്നുള്ളത് 18 ആവും, 5ൻ്റെ വർധനവ്. ഹിമാചലും 4 എന്നുള്ളത് 4 തന്നെ നിലനിർത്തും. ഉത്തരാഖണ്ഡ് 5 എന്നുള്ളത് 7 ആവും, 2ൻ്റെ വർധനവ്. അങ്ങനെ എല്ലാം കൂടി ഇവിടെ നിന്ന് ആകെ 42 സീറ്റുകൾ മാത്രമാണ് വർദ്ധിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ 150 സീറ്റ് വർദ്ധിക്കുമ്പോൾ മറ്റുള്ളിടത്തെല്ലാം കൂടി 42 സീറ്റിൻ്റെ വർധനവാണ് വരുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സീറ്റ് വർധനവൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം പുതിയ പാർലമെൻറ്റ് മന്ദിരം പണി കഴിപ്പിച്ചത്. ലോക്സഭയിൽ അംഗങ്ങളുടെ എണ്ണം 848 ആക്കുകയാണെങ്കിൽ 425 കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായി വരുന്ന നമ്പർ. 4 സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി 324 സീറ്റുകൾ വരുന്നുണ്ട്. പിന്നെയും ഗുജറാത്ത് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഇനി ഓപ്ഷൻ 1 അനുസരിച്ച് 543 തന്നെ തുടരുകയാണെങ്കിൽ ഇപ്പോഴത്തെ പോലെ 272 ആയിരിക്കും കേവല ഭൂരിപക്ഷത്തിനുള്ള നമ്പർ. അങ്ങനെ നോക്കുമ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നാകെ 205 സീറ്റുകൾ വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ളത് ഈ 4 സംസ്ഥാനങ്ങളടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമി തീരുമാനിക്കും. അവിടങ്ങളിൽ വേരോട്ടമില്ലാത്തവർക്ക് ഇന്ത്യ ഭരിക്കുക എന്നത് എന്നും ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കും. ഏതായാലും ഇത്തരമൊരു നീക്കത്തിനെതിരെ സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സാധ്യത. ചുരുക്കം പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പായിരിക്കും BJPയെ പുറത്താക്കാനുള്ള ഏറ്റവും നല്ല അവസരം. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം. താങ്ക് യു.